ഇപ്പം തന്നെ മക്കൾ പലരും കൂടെ ഇല്ല. മരിച്ചു കഴിയുമ്പം കൂടെ ഉണ്ടാവുമോ? നമ്മൾ മരിക്കുമ്പോൾ ആ വാർത്തയറിഞ്ഞ് മക്കൾ വരുമോ? ഇപ്പം തന്നെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മക്കൾ അടുത്തിരുന്ന് കരയാനൊന്നും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടതാ. ഒരു സ്ഥലത്ത്, കേരളത്തിൽ ഒരു സ്ഥലത്ത് ആ കുടുംബത്തിലെ അമ്മ മരിച്ചു. മക്കള് അമേരിക്കയിലാണ്. വിവരമറിഞ്ഞ് മക്കളൊക്കെ എത്തി. കുറേ ദിവസം ഈ അമ്മയുടെ മൃതദേഹം മോർച്ചറി വെച്ചു. കാരണം ഇവർ വന്ന് ഇവരുടെ സമയത്തിനനുസരിച്ചാണ് ശവസംസ്കാരം ക്രമീകരിച്ചത്. പക്ഷേ ഈ മക്കൾക്കൊക്കെ വലിയ ചൂടാണ്. അതുകൊണ്ട് ഈ ശവപ്പെട്ടിയുടെ അടുത്ത് വന്നിരുന്ന് കരയാനൊന്നും പറ്റുന്നില്ല. ചൂട്, അമേരിക്കയിൽ തണുപ്പാണത്രേ. അപ്പം അവരതുകൊണ്ട് അടുത്തുള്ള ഹോട്ടലിൽ തന്നെ താമസിച്ചു. എന്നിട്ട് 4-5 ബംഗാളികളെയാണ് അറേഞ്ച് ചെയ്തത്. 1 മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് ശവപ്പെട്ടിയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് കരയാൻ വേണ്ടിയിട്ട് ബംഗാളികളെ അറേഞ്ച് ചെയ്തു മക്കൾ. കാരണം നാട്ടുകാർ വരുമ്പോൾ കരയാൻ ആരെങ്കിലും വേണ്ടേന്ന്. ദേ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിക്കേ, അപ്പച്ചാ നോക്കിക്കേ, മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് ആര് കരയും നമുക്ക് വേണ്ടി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചാൽ ആര് നിങ്ങൾക്ക് വേണ്ടി കരയും? ആര് കരയും? മക്കൾ കരയുമെന്നോ? ഇപ്പൊ തന്നെ ആരും ഇല്ല കൂടെ. അല്ല, ഇത് നമ്മൾ ചിന്തിക്കണം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, ഞാൻ മരിച്ചാൽ ആര് എനിക്ക് വേണ്ടി കരയും? ഒന്ന് ചോദിച്ചടുത്തിരിക്കുന്ന ആളോട്, നീ മരിച്ചാൽ ആര് നിനക്ക് വേണ്ടി കരയും? ചോദിച്ചേ. നീ മരിക്കുമല്ലോ, നീ മരിച്ചാൽ ആര് നിനക്ക് വേണ്ടി കരയും? ആര് കരയും പ്രിയപ്പെട്ടവരെ? നിങ്ങൾ മരിച്ചാൽ ആര് നിങ്ങൾക്ക് വേണ്ടി കരയും? ആര് കരയും? വീട്ടുകാരോ? വീട്ടുകാർ കരയുമെന്നാണോ പറയുന്നേ? കൂട്ടുകാർ കരയുവോ? നാട്ടുകാർ കരയുവോ? ആര് കരയും? നമുക്ക് വേണ്ടിയിട്ട് അല്പസമയം കള്ളക്കണ്ണീര് പൊഴിക്കുന്നതല്ല ഞാൻ പറഞ്ഞ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ, ആ ശവപ്പെട്ടിയുടെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ആര് കരയും? അങ്ങനെ കരയണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നീ ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്തതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ആരെങ്കിലും കരയും.